ഹായ് ഓൾ, നമ്മളിന്ന് പുതിയൊരു ഡിസ്കഷൻ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഏരിയയെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ള നമ്മുടെ വീഡിയോസിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ചാനലിലൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ടോപ്പിക്കാണ് ഈ ഒരു സീരീസിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മളതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദി കോൺസെപ്റ്റ്സ് ആൻഡ് അനലൈസിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർക്കിടെക്ചറൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ്. ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള ഒരു ഇനീഷ്യൽ ഡിസ്കഷനാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്ലാൻ ചെയ്യുന്നത്. എന്താണ് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കാം, ഒരു ആർക്കിടെക്ചറൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ മനസ്സിലാക്കാം എന്നുള്ളൊരു ചെറിയൊരു ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദി കോൺസെപ്റ്റ്. ബേസിക്കലി ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് തന്നെയാണ് ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒന്ന് രണ്ട് ഒരു ഡെഫിനിഷൻ വൈസ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതൊന്ന് ഇനീഷ്യലി വായിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ടേം ഹാസ് എ ബ്രോഡ് മീനിങ് ആൻഡ് ഹെൻസ് ആർക്കിടെക്ചറൽ ഡിസൈനിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസിസ് ആൻഡ് ദ ഫസ്റ്റ് ഫേസ് ബിഫോർ ബ്രിങ്ങിങ് ദി ഐഡിയ ഇൻ ടു റിയാലിറ്റി. നമ്മളൊരു പ്രൊജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇനീഷ്യൽ ഫേസായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ബേസിസ് ആയിട്ടോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഡിസൈനിങ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ റിയലിസ്റ്റിക് ഫോമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള എല്ലാ പ്രോസസ്സിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ടേം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിനെ വിളിക്കാം. മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കിയാൽ കാണാവുന്നത്, വെൻ ഡിസൈനിങ് ആൻ ആർക്കിടെക്ചറൽ ഡിസൈനർ മസ്റ്റ് ക്യാരി ഔട്ട് ആൻ അനാലിസിസ് ടു ഡിസൈൻ ആൻഡ് ബിൽഡ് according to the needs and resources, always keeping in mind the aesthetics and technical characteristics as well as the basic rules exist in relation. അതായത് ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ എന്ന് പറയുന്ന ആൾ ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനിങ് പാർട്ടും അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടും ബിൽഡിംഗ് ഡെവലപ്പിംഗ് പാർട്ടും കൺസിഡർ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് അയാളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്നതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പർ ധാരണയോട് കൂടി ടെക്നിക്കൽ ബേസിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടിയും കൂടെ കൺസിഡർ ചെയ്ത് ഓരോ ഏരിയയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനും കൂടെ ഫോളോ ചെയ്ത് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിന് മറ്റൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ എന്താണ് ആർക്കിടെക്ചറൽ ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് തമ്മിലുള്ള ഡിഫറൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം പലപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ഒരു ഏരിയയാണ്. സോ ബേസിക്കലി ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ടു അതിൻ്റെ എൻഡ് സ്റ്റേജ് വരേക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ബ്രീഫായിട്ട് പറയാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ ആ ഒരു കാര്യം ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇഫ് യു ഹാവ് എ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ഡിസൈൻ വർക്ക് ടു ബി ഡൺ, വാട്ട് ആർ ദ സ്റ്റേജസ് ഓർ പ്രോസസ്സ് യു ഹാവ് ടു ഫോളോ. നിങ്ങൾക്കൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്തൊക്കെ സ്റ്റേജസ്സാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൊരു സാമ്പിൾ. ഇതിന് നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവ്സ്, ആർക്കിടെക്ചറൽ ലേണേഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ലേണേഴ്സിനെ കണക്ട് ചെയ്താൽ രണ്ട് ലേണേഴ്സിൻ്റെയും ആൻസേഴ്സിന് ഒരുപാടധികം ഡിഫറൻസസ് കാണാൻ പറ്റും. നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അല്ലെങ്കിൽ പല പ്രൊഫഷണൽസിനോടും സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് പോകുന്നത്.
അതായത് ആർക്കിടെക്ചറൽ ബേസിലുള്ള ഡിപ്ലോമ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ BArch MArch ലെവലുള്ള കോഴ്സുകളല്ലാണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ബേസിലാണെങ്കിൽ ITI ഡിപ്ലോമ BTech MTech പോലുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ രണ്ട് സ്ട്രീമിലുള്ള സ്റ്റുഡൻസിനോടോ ലേണേഴ്സിനോടോ നമ്മൾ ഈ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രണ്ട് പേരുടെയും ആൻസേഴ്സിൽ കുറഞ്ഞ രീതിയിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ രണ്ട് പേരുടെയും പേഴ്സ്പെക്റ്റീവ് വളരെ ഡിഫറൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദ സെയിം റെസ്പോൺസസ് വിൽ ഇൻഡിക്കേറ്റ് ദ കീ ഡിഫറൻസ് എമംഗ് ബോത്ത് ദ പ്രൊഫഷണൽസ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണോ അല്ലെങ്കിൽ അതിലുള്ള ഡിഫറൻസ് എന്താണോ അത് തന്നെയാണ് അവരുടെ പ്രൊഫഷണലി അവർക്കുള്ള ഡിഫറൻസും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള കോഴ്സസ് ചെയ്ത ആളുകളാണെങ്കിൽ അവരവരുടെ സിലബസ് വൈസിൽ ഒരുപാടധികം സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, റോഡ്, എയർപോർട്ട് എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളജി, അങ്ങനെ ഒരുപാടധികം സ്ട്രക്ചറൽ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാടധികം ബ്രാഞ്ചസ് ഓഫ് സിവിൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് ഏതൊരു കോഴ്സ് എടുത്താലും അതിലവർ ഇനീഷ്യലി അല്ലെങ്കിൽ അവരുടെ ഒരു കോഴ്സ് കരിക്കുലത്തിൽ പഠിക്കുന്നത്. അതിപ്പോൾ ഒരു ITI ലെവലിലുള്ള കോഴ്സായാലും ഡിപ്ലോമ ലെവൽ കോഴ്സായാലും BTech ലെവലിലുള്ള കോഴ്സാണെങ്കിലും ഡിഫറൻറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെ കണക്ട് ചെയ്യുന്ന ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ആ ഒരു കോഴ്സിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഡെവലപ്മെൻറ്റിനെ കണക്ട് ചെയ്യുന്ന ഒരുപാടധികം കാര്യങ്ങളാണ് ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഓരോ ലേണേഴ്സും പഠിക്കുന്നത്. പക്ഷേ വലിയൊരു പ്രാക്ടിക്കലി വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ ഓരോ സബ് ബ്രാഞ്ചസിലുള്ള ഡാറ്റ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും പുറത്തിറങ്ങി ജോബ് പാർട്ടിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരുപാടധികം സ്ട്രീംസ് ഉണ്ടെങ്കിലും ഈ പാർട്ടിലൊന്നും നമുക്കൊരു പ്രൈവറ്റ് സെക്ടറിലുള്ള ജോബ് വളരെ റെയറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ബ്രാഞ്ചസിലൊക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതിനാകെ ഉള്ളത് നമുക്ക് ഗവൺമെൻറ് എക്സാംസ് PSC പോലുള്ള അല്ലെങ്കിൽ SSC പോലുള്ള എക്സാംസൊക്കെ എഴുതിയിട്ട് കിട്ടുന്ന കുറച്ചധികം അല്ലെങ്കിൽ കുറച്ച് ജോബുകൾ മാത്രമാണ്. പക്ഷേ മെജോറിറ്റി ആളുകളും ഇത്തരം കോഴ്സ് കഴിഞ്ഞാൽ ഒരു ജോബ് വർക്കിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടറിലേക്കായിരിക്കും പോകുന്നത്. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ നമ്മൾ അറിയുന്ന പോലെ സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈനർ, ആർക്കിടെക്ചറൽ ഡിസൈനർ, ഇൻറ്റീരിയർ ഡിസൈനർ, 2D ഡ്രാഫ്റ്റ്മാൻ, അത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കാണ് ഒരു മെജോറിറ്റി സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നത്. കാരണം ആ ഒരു പാർട്ടിലാണ് ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലാണെങ്കിലും ഓൾ ഓവർ ദ വേൾഡ് കൺസിഡർ ചെയ്താലും ഉള്ളത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസൈനിങ് സ്റ്റേജിൽ ചെയ്യേണ്ടത് എന്ന് നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനോടോ ലേണറോടോ ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി അവരുടെ ആൻസറിൽ ഉണ്ടാവുന്നത് ഞാൻ ഈ കാണിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സൈറ്റ് വിസിറ്റ് നടത്തണം, ദെൻ അവരുടെ പ്ലാൻ വരച്ചു കൊടുക്കണം, അതിൻ്റെ 3D ഡിസൈനിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ആൻഡ് ആഫ്റ്റർ അതിൻ്റെ എസ്റ്റിമേഷനും ചെയ്യണം. ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിൻ്റെ അവരുടെ ഒരു അവയർനെസ് വെച്ച് അവർ പറയുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിച്ചിട്ടുള്ളതായിരിക്കും. ഒരു പ്രൊജക്റ്റ് കിട്ടിയാൽ നമ്മൾ ആ സൈറ്റ് കാണണം, അവർക്ക് വേണ്ട പ്ലാൻ വരച്ചു കൊടുക്കണം, 3D ഡിസൈൻ ചെയ്യണം, ആൻഡ് എസ്റ്റിമേഷനും ചെയ്യണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിന് കണക്കാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആക്ച്വലി അതിനും അപ്പുറത്താണ് ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. സോ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിങ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ കരിക്കുലം പഠിച്ച ഒരു ലേണർ എന്ന് പറയുമ്പോൾ അവരും സിവിൽ എഞ്ചിനീയറും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കോഴ്സ് സ്ട്രീമിൽ കംപ്ലീറ്റ്ലി പഠിക്കുന്നത് അവരെന്താണോ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്നത് അതുതന്നെയാണ് അവരുടെ ഈ ഒരു ഏത് സ്ട്രീമിലുള്ള 3 ഇയർ ഡിപ്ലോമ ആയാലും 5 ഇയർ ആർക്കിടെക്ചർ ആയാലും ഒക്കെ അവർ പഠിക്കുന്നത്. അവരെന്താണോ കോഴ്സിൽ പഠിക്കുന്നത് അത് തന്നെയാണ് അവർ പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്യാനും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ഈ പറഞ്ഞ ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരുപാടധികം അവയർനെസ് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ലേണർ കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ഈ പറഞ്ഞ സാമ്പിളിന് ഒന്നും കൂടെ വൈഡ് ആസ്പെക്റ്റിലുള്ള ആൻസർ ആയിരിക്കും ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യാനുണ്ടായിരിക്കുക.
ഓക്കെ. സോ അവർക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ അതിനെക്കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലനേറ്ററി ആയിട്ട് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിംഗ് തരാൻ സാധിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് അവർക്ക് അവരുടെ കോഴ്സിൽ പഠിച്ചത് എന്താണോ അത് തന്നെയാണ് ഡെഫിനറ്റ്ലി അവരുടെ പ്രാക്ടീസിലും അല്ലെങ്കിൽ അവരുടെ ജോബ് പാർട്ടിലും ചെയ്യുന്നത്. സിവിൽ എഞ്ചിനീയർ പറഞ്ഞ സമയത്ത് അവർ പഠിച്ചതെന്നല്ല, പകരം മറ്റൊരു സ്ട്രീമിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കിടെക്ചറൽ ലേണേഴ്സിനെ സംബന്ധിച്ച് അവരെന്താണോ പഠിച്ചത് അത് തന്നെയാണ് അവരുടെ കോഴ്സിലും അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഹെൻസ് ഒരു ആർക്കിടെക്ചറൽ ലേണറോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ആൻസർ എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഏറ്റവും ബ്രീഫായിട്ട് പറഞ്ഞാൽ സ്റ്റേജസ് ഇൻ ആൻ ആർക്കിടെക്ചറൽ പ്രൊജക്ട് ഡിസൈൻ എന്ന് നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം. അതിലുള്ള ഒരുപാട് സ്റ്റേജസ് നമുക്കിവിടെ മെൻഷൻ ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ് ആ സ്റ്റേജസ് എന്ന് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. എൻക്വയറി, പ്രപ്പോസൽ, സൈറ്റ് അനാലിസിസ്, എഗ്രിമെൻറ്റ്, കേസ് സ്റ്റഡീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റഡി, ഡിസൈൻ ബ്രീഫിംഗ്, കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, 2D ആൻഡ് 3D ഡിസൈനിങ്, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ്. ഇത്രയും സ്റ്റേജസ് ആണ് ആക്ച്വലി ഒരു ആർക്കിടെക്ചറൽ പ്രൊജക്ട് ഡിസൈനിങ്ങിൽ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു റെസിഡൻഷ്യൽ പ്രൊജക്ട് ഡിസൈനിങ് പ്രൊജക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഈ കാണുന്ന തരത്തിൽ ഇത്രയും അധികം സ്റ്റേജസിലൂടെ നമ്മൾ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ ഒരു ഡിസൈനിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ നേരത്തെ സിവിൽ എഞ്ചിനീയറിങ്ങിന് എക്സാമ്പിളായിട്ട് പറഞ്ഞ സമയത്ത് സൈറ്റ് വിസിറ്റ്, അതിൻ്റെ പ്ലാൻ വരയ്ക്കുക, 3D ഡിസൈൻ ചെയ്യുക, എസ്റ്റിമേഷൻ, ഒരു 3-4 സ്റ്റേജിൽ വൈൻഡപ്പ് ചെയ്യുന്ന തരത്തിലാണ് ഞാനതിനൊരു ബ്രീഫ് ഐഡിയ പറഞ്ഞത്. അതാണ് ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ലേണർക്ക് അറിയുന്ന കാര്യം. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിലും ഏതൊരു പ്രൊഫഷനാണെങ്കിലും ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ മെൻഷൻ ചെയ്ത ഇത്രയും സ്റ്റേജുകൾ അതിൻ്റെ ഒരു പ്രോപ്പർ വേയിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണലി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻഡ് പ്രൊജക്റ്റായി മാറുകയുള്ളൂ. സോ ഇത്രയും സ്റ്റേജസാണ് ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമുക്കൊരു പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വേണ്ടത്. അതിപ്പോൾ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും നോൺ റെസിഡൻഷ്യൽ പ്രൊജക്റ്റോ ഏത് ടൈപ്പ് പ്രൊജക്റ്റോ ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു ഡിസൈനർ എന്ന് പറയുന്ന പാർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജസിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ സ്റ്റേജസിനെ കുറിച്ചും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു അവയർനെസ്സാണ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ.